അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത ഒരു സെഷനിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഏതാനും ഇപ്പോൾ അനൗൺസ്മെന്റ് മുഴുവനും വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ മൂന്നോ നാലോ സെക്ടറുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ വന്നിരിക്കുന്ന കുറച്ച് കാര്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ പ്രധാനമായിട്ടും വന്നത് ഹൗസിംഗ് സെക്ടറിലുള്ള കുറച്ച് അനൗൺസ്മെന്റ്സ് ആണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മുടെ റിസർച്ച് അനലിസ്റ്റ് മിസ്റ്റർ മനോജിന് എന്താ പറയാനുള്ളത്? ഹൗസിംഗ് സെക്ടറിൽ പ്രധാനമായിട്ടും വലിയ ഹയർ അലോക്കേഷനാണ് ഗവൺമെൻറ് ഇപ്രാവശ്യം കൊടുത്തേക്കുന്നത്. 12,000 crores ആണ് NHB അലോക്കേറ്റ് ചെയ്ത് NHBക്ക് അലോക്കേറ്റ് ചെയ്തേക്കുന്നത് റീഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നാഷണൽ ഹൗസിംഗ് ബാങ്ക് അല്ലേ? ആസ് എ ഹൗസിംഗ് ബാങ്ക്, ബിക്കോസ് നാഷണൽ ബാങ്കാണ് ഹൗസിംഗ് ബാങ്ക്. ഹൗസിംഗ് ബാങ്കാണ് ശരിക്കും എല്ലാ ബാങ്കുകൾക്കും ഫിനാൻസ് ചെയ്യുന്നത്. ബാങ്കുകൾ അത് റീഫിനാൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഏറ്റവും പ്രയോറിറ്റി സെക്ടർ ആയതുകൊണ്ട് ഏറ്റവും ലോ കോസ്റ്റ് ഫണ്ടാണ് ഹൗസിംഗ് സെക്ടറിലുള്ള ഫണ്ട്. അത് ഈ സെക്ടറിനെ വളരെയധികം ബൂം ചെയ്യിക്കുകയും ലാസ്റ്റ് 5 years ശരിക്കും പറഞ്ഞാൽ റിയാലിറ്റി സെക്ടറിൻ്റെ ഹൗസിംഗ് സെക്ടറിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ലിക്വിഡിറ്റി ആയിരുന്നു, പർച്ചേസിങ് പവർ ആയിരുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ ലോൺസ്, ചീപ്പ് ലോൺസ് ശരിക്കും വരുമ്പോഴത്തേക്ക് കൂടുതൽ ഫണ്ട്സ് ബാങ്കിനുണ്ടാകുകയും കൂടുതൽ പർച്ചേസിങ് പവർ ആളുകൾക്ക് ഉണ്ടാകുകയും ഈ സെക്ടർ വളരെയധികം നറിഷ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഗവൺമെൻറ് കൊടുത്തേക്കുന്ന മേജർ അലോക്കേഷനാണ് കൊടുത്തേക്കുന്നത്. വേറൊരു സംഭവം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്. അതെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇൻട്രസ്റ്റ് എക്സംഷൻ, ടാക്സ് എക്സംഷൻ ഓൺ ഇൻട്രസ്റ്റ്, ഹൗസിംഗ് ലോൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1.5 lakhs നിന്ന് 2 lakhs ആക്കുകയാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അതും വളരെയധികം പുഷ് ഹൗസിംഗ് സെക്ടറിന് കൊടുക്കുകയും പ്രധാനമായിട്ടുള്ള ഹൗസിംഗ് സെക്ടർ കമ്പനീസ് DLF, ശോഭ ഡെവലപ്പേഴ്സ്, പുറവാൻകര, അങ്ങനെയുള്ള കമ്പനികൾക്കൊക്കെ വളരെയധികം പ്രയോജനം ഉണ്ടാവുകയും ചെയ്യും. ഈ സ്റ്റോക്സ് ഒക്കെ ശരിക്കും ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന തീർച്ചയായിട്ടും സ്റ്റോക്സ് ആണ്. അതെ. പിന്നെ മേജറായിട്ടുള്ള ഒരു ഇവന്റ് കണ്ടത് ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് ആണ്. റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്ങിനായിട്ട് ഗവൺമെന്റ് പ്രൊവിഷൻ ചെയ്തേക്കുന്ന ഏകദേശം ഐ തിങ്ക് ഇറ്റ് ഇസ് 14,000 crores ആണ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, ബേസിക്കലി റൂറൽ റോഡ് ഡെവലപ്മെന്റിനായിട്ട് പ്രൊവിഷൻ ചെയ്തേക്കുന്നത്. ഇത് ശരിക്കും നല്ലൊരു പുഷ് എക്കണോമിക്ക് കൊടുക്കും. ബിക്കോസ് എക്കണോമിക് സ്പെൻഡിങ് കൂടും. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെയധികം സ്പെൻഡിങ് പവർ കൺട്രിയിൽ കൂട്ടാനും എക്കണോമിക് ആക്ടിവിറ്റീസ് ത്വരിതപ്പെടുത്താനും ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ആകാനും സഹായിക്കും. വലിയ നല്ലൊരു അലോക്കേഷനാണ് കൊടുത്തേക്കുന്നത്. റൂറൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വളരെ പുവർ ഇൻഫ്രാസ്ട്രക്ചറാണ് ഇന്ത്യയിലുള്ളത്. അതൊക്കെ വളരെയധികം നന്നാവാനായിട്ട് കുറച്ച് വർഷങ്ങളായിട്ടും പിന്നെയും വേറെ മേജറായിട്ട് കമ്പനികളുടെ ബെനിഫിറ്റ് കിട്ടാവുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കമ്പനികൾക്ക് അതിന്റെ അഡ്വാൻറ്റേജ് കിട്ടാൻ പറ്റും. അത് ക്ലാരിറ്റി അങ്ങനെ ഏത് കമ്പനികൾക്ക് കിട്ടുമെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അത് പക്ഷേ കമ്പനികൾ ഏതാണെന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ. ബിക്കോസ് ഗവൺമെന്റ് ഓർഡേഴ്സ്. അതെ. പക്ഷേ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ, ഇന്ത്യയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾക്ക് അതിന്റെ പ്രധാനപ്പെട്ട പ്രയോജനം കിട്ടും എന്ന് വേണം പറയാനായിട്ട്. പിന്നെ മേജറായിട്ട് ഇൻകം ടാക്സ് എക്സംഷൻ ഉണ്ട്. അത് പേഴ്സണൽ ഫണ്ടിലാണ് അതിന്റെ അഡ്വാൻറ്റേജ് ഉള്ളത്. പ്രധാനമായിട്ടും ഹൗസിംഗ് സെക്ടറിൽ വന്നേക്കുന്ന ഒരു ഹൗസിംഗ് ഉള്ള എക്സംഷനാണ് ശരിക്കും കൂടുതൽ പുഷ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ബേസിക്കലി ടാക്സ് ലിമിറ്റ് 2 lakhs നിന്നും 2.5 lakhs ആക്കി കൂട്ടി എന്നുള്ളതാണ്. അതെ, 1 lakh നിന്ന് 1.5 lakh. അത് ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യും. മാർക്കറ്റ് എക്സ്പെക്ടേഷൻ വളരെ കൂടുതലായിരുന്നു, പക്ഷേ ഇത്ര ഉണ്ടായില്ല. എന്നാലും ഒന്നുമില്ലാത്തതിനേക്കാളും നല്ലതാണ്. പിന്നെ മറ്റേ 1 lakh നിന്ന് 1.5 lakh ആക്കി 80C എക്സംഷൻ എന്നുള്ള ഒരു നല്ലൊരു അത് അപ്പം ടോട്ടൽ ഒരു 4 lakhs ബെനിഫിറ്റ് കിട്ടുമല്ലോ. അതെ, വ്യക്തമായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ 5 to 6 lakhs ടാക്സ് സേവിംഗ് ഉണ്ടാക്കി എടുക്കാം ഒരാൾക്ക്. 6 to 6.5 lakhs വരെയുള്ള എമൗണ്ട് ഓൾമോസ്റ്റ് ടാക്സ് ഇല്ലാതാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട സംഭവം ഗ്യാസ്
പൈപ്പ് വേണ്ടി ലൈന് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ സ്പെൻഡിങ്ങിനേക്കാളും കൂടുതൽ ഒരു പോളിസി മേക്കിംഗ് ആണ് ഉണ്ടായേക്കുന്നത്. പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിൽ നാഷണൽ നെറ്റ്വർക്ക് പൈപ്പ് ലൈൻ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്, പ്രപ്പോസൽ ഉണ്ട്. സോ ദിസ് ക്യാൻ എൻഹാൻസ് lot of benefit to the nation by means of transportation benefit, oil import നമുക്ക് കുറയ്ക്കാൻ പറ്റും കുറേയൊക്കെ. റീസൺ ഇപ്പോൾ ഉള്ള ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ മേജർലി നടക്കുന്നത് റോഡ് ട്രാൻസ്പോർട്ട്, റെയിൽ ട്രാൻസ്പോർട്ട് വഴിയാണ്. പൈപ്പിലൂടെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ വിതിൻ നോ ടൈം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ടൈം ഡിലേ ആൻഡ് കോസ്റ്റ് അഡ്വാൻറ്റേജ്. ഇത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ, പ്രത്യേകിച്ചും ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് വളരെയധികം കുറയ്ക്കാൻ പറ്റും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് ഒരു ഓൾ ഓവർ ഇന്ത്യ നെറ്റ്വർക്കിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അത് വേഗം ചെയ്യാനായിട്ട് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലൂടെ ആണെങ്കിൽ വേഗം പറ്റും. ഗവൺമെൻറ് കാലകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് ബജറ്ററി അലോക്കേഷൻസ് ആണ് ഇതിനായിട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് മാറ്റി പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷനിലൂടെ ചെയ്യുമ്പോഴത്തേക്ക് എത്ര ക്യാപിറ്റൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മൊബിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു വലിയൊരു സ്റ്റെപ്പാണ്. എക്കണോമിക് ആക്ടിവിറ്റീസ് വളരെയധികം ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കും. ബിക്കോസ് ഓഫ് സ്പെൻഡിങ്, ഹ്യൂജ് സ്പെൻഡിങ് വേണം ഈ പൈപ്പ് ലൈൻ ചെയ്യാനായിട്ട്. ഗവൺമെന്റിനെ കൊണ്ടാണെങ്കിൽ ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്, ഷോർട്ട് സ്പാനിൽ ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. PPP മോഡൽ വളരെയധികം സാധാരണമാണ്. അതെ 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 ആണ് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ. മറ്റ് സെക്ടറുകളിലൊക്കെ അനൗൺസ്മെന്റ്സ് പ്രതീക്ഷിക്കുന്ന കുറെ മെറ്റൽ റിലേറ്റഡ് അല്ലെങ്കിൽ മൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്ടറുകളിൽ നിന്നൊക്കെ പല ന്യൂസുകളും അനൗൺസ്മെന്റ്സ് ഇനി വരാനുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇതിന്റെ ഒരു ഇമ്പാക്ട് എങ്ങനെയാണ്? അപ്പോൾ മാൽക്കം എങ്ങനെയാണ്? മാൽക്കം ഈസ് എ കമോഡിറ്റി അനലിസ്റ്റ് ആക്ച്വലി. ഹൗ ഡു യു റേറ്റ് ദിസ്? നിങ്ങൾ എന്താണ് മാൽക്കത്തിന്റെ? ഇന്ത്യയുടെ കറണ്ട് ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ സർക്കാരിന് അതിന്റെ ഗോൾഡിന്റെ ഇമ്പോർട്ട് കൂട്ടി 10% ആക്കി 2% നിന്ന്. അത് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കുറയ്ക്കുന്നതാണ്, 6% ആക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ അനൗൺസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം നമ്മൾ ഇന്ത്യ ഏകദേശം ഒരു 968 ട്രില്യൺ ഗോൾഡ് ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു. ചൈന ഒരു 1000 ട്രില്യൺ ഗോൾഡ് ഇറക്കുമതി ചെയ്ത്. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ചൈനക്കാളും പുറകെ വന്നത്. സാധാരണഗതിയിൽ നമ്മളാണ് ഏറ്റവും ഫസ്റ്റ് വരാറ് ഗ്ലോബൽ മാർക്കറ്റിൽ. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ഈ റെസ്ട്രിക്ഷൻസ് കാരണം നമ്മൾ സെക്കൻഡായി പോയതാണ്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് തന്നെ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതുവരെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. അങ്ങനെ കുറയ്ക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ പുതിയ സർക്കാർ വന്ന ശേഷം നമ്മുടെ മാർക്കറ്റിൽ ഗോൾഡിൻ്റെ പ്രീമിയം ശരിക്കും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സാധാരണ ഗ്ലോബൽ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രൈസിന് ഒരു പ്രീമിയം ഉണ്ട്. ലോക്കൽ മാർക്കറ്റിൽ പ്രീമിയം ഒരു $100 ഡിഫറൻസ് വരാറുണ്ട്. ഇപ്പോൾ അത് പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് പ്രതീക്ഷിക്കുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടി കുറയ്ക്കുമെന്ന പ്രതീക്ഷയാണ് നിൽക്കുന്നത് ഗോൾഡിൻ്റെ. അത് നമ്മുടെ ലോക്കൽ മാർക്കറ്റിൻ്റെ പ്രൈസ് കുറയും അത് വന്നിട്ട്. അപ്പോൾ നമുക്ക് ലിക്വിഡിറ്റി കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ സ്മഗ്ലിംഗ് കുറയ്ക്കാൻ, ഇപ്പോൾ തന്നെ അധികം സ്മഗ്ലിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ സ്മഗ്ലിംഗ് കുറയ്ക്കാൻ പറ്റും അങ്ങനെയൊക്കെ വരുമ്പോൾ. സ്മഗ്ലിംഗ് കൂടാൻ റീസൺ ഒരു വർഷമായിട്ട് ഭയങ്കര സ്മഗ്ലിംഗ് ആണ്. അത് നേരത്തെ കൂടുതലായിരുന്നു, പിന്നെ അത് കുറച്ചതാണ്. വീണ്ടും കഴിഞ്ഞ പ്രാവശ്യമാണ് ഗോൾഡ് ഇമ്പോർട്ട് ഫർദർ കുറയ്ക്കുമെന്ന പ്രതീക്ഷയാണ് നിൽക്കുന്നത് മാർക്കറ്റിൽ. ഗോൾഡിന്റെ ഒരു ഔട്ട്ലുക്ക് എന്താ മാർക്കറ്റ്? കാരണം ആളുകൾക്ക് അതിന്റെ ഒരു ഗോൾഡ് എന്ന് പറയുന്ന ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് നിൽക്കുന്നത്. അതിനൊരു ഷോർട്ട് ടേം അല്ലെങ്കിൽ മീഡിയം ടേം, ലോങ് ടേം. അതെ, സാധാരണഗതിയിൽ ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കണ ഭേദം നല്ലത് ഒരു മീഡിയം ടേം പോയിന്റ് ആയിരിക്കും നല്ലത്, കുറച്ചും കൂടി നല്ലത്. കാരണം നമുക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ US മാർക്കറ്റ്, US-ന്റെ മോണിറ്ററി ടൈറ്റനിങ് ഉണ്ടാവും. ഇപ്പോൾ ഇന്നലെ രാത്രി ഫെഡ് പറഞ്ഞ അവർ ഒക്ടോബറോടെ അവരുടെ പർച്ചേസിംഗിലും സ്റ്റോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് ഹൈക്ക് ചെയ്യുന്ന ഇതുവരെ പറഞ്ഞിട്ടില്ല. പ്രൊബബ്ലി ബൈ ദ ഹാഫ് ഓഫ് ദ നെക്സ്റ്റ് ഇയർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു നെഗറ്റീവ് ആണെങ്കിൽ പോലും ഒരു മീഡിയം ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിലെ ഒരു അപ്സൈഡ് ലെവൽ എന്ന് പറയുന്നത് 1400 ലെവൽ ഇൻ ഡോളർ ടേംസ്. ഡൗൺ സൈഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് 1200 ലെവൽ തന്നെയാണ്. അതൊരു നല്ലൊരു സപ്പോർട്ട് ലെവൽ തന്നെയാണ് മാർക്കറ്റിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് ഉദ്ദേശിക്കുകയാണെങ്കിൽ സ്റ്റോക്സ് ഒക്കെ ട്രേഡിംഗ് സോ മച്ച് ഹൈ ആൻഡ് ബോൺസ് ആർ ട്രേഡിംഗ് സോ മച്ച് ലോ. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു അസറ്റ് ക്ലാസ് എന്ന രീതിയിൽ ഒരു അലൊക്കേഷൻ വന്നേ മതിയാകും. അതെ, ഒരു ഷിഫ്റ്റാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ബോണ്ടിന് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്. ഡെവലപ്പ് മാർക്കറ്റ്സ് ഒക്കെ ബിലോ ഒരു 2%, 2.5% ഇൻട്രസ്റ്റ് റേറ്റാണ് ആനുവലി കൊടുക്കുന്നത്. അത് വളരെ ലോ ആയിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പോൾ സ്റ്റോക്സ് ആണ് ട്രേഡിംഗ് സോ മച്ച് ഹൈ. ഇപ്പോൾ വാല്യൂഷൻ ലെവൽ വെച്ചാണെങ്കിൽ അത് ഹൈ ആണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ
മാർക്കറ്റ് ഒരു ഷിഫ്റ്റ് വരാണെങ്കിൽ ഗോൾഡിൻ്റെ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്, ഇപ്പം മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ, ഇസ്രായേലിൻ്റെ പ്രശ്നം, ഇറാൻ്റെ പ്രശ്നം, ഇറാഖിൻ്റെ പ്രശ്നം, എനിക്ക് തോന്നുന്നത് അതൊരു മീഡിയം ടേം ഔട്ട്ലുക്ക്. അതെ മീഡിയം ടൈം, അതാ പറഞ്ഞാൽ മീഡിയം ടൈം ഔട്ട്ലുക്ക് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അപ്സൈഡ് ലെവൽ 1400 ലെവലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സെയിം കേസ് തന്നെയായിരിക്കും നമ്മുടെ മറ്റ് ബുള്ളിയൻ സിൽവറിന്. അതെ, ഗോൾഡും സിൽവറും ഒരേ ട്രെൻഡ് ആയിരിക്കും. സിൽവറിന് വോളറ്റിലിറ്റി കൂടുതലായിരിക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, ഇതിൽ വേറെ ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മുടെ കറൻസിയാണ്. കറൻസി നമ്മളിപ്പോൾ കണ്ടില്ലേ, കഴിഞ്ഞ ഇത്രയും ഈ ഒരു ലെവലിൽ ഇപ്പോൾ 59-60 ആ റേഞ്ചിലാണ് ഇപ്പോൾ കറൻസി നിൽക്കുന്നത്. പിന്നെ അതിന്റെ ഒരു ഇമ്പാക്ട് എന്തായിരിക്കും എന്നുള്ളതാണ് അടുത്ത. RBI ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച എനിക്ക് തോന്നുന്നു RBI ഹാസ് ഇന്റർവീൻ അല്ലേ? കാരണം ഒരു പരിധി വിട്ട് കറൻസി അപ്രീഷിയേറ്റ് ചെയ്യാൻ RBI ദേ ആർ നോട്ട് അലൗവിങ്. അതിന്റെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. നേരത്തെ വല്ലാതെ ഡിപ്രീഷിയേറ്റ് ചെയ്തപ്പോഴും ലെവല് അതിന്റെ ഒരു റിവേഴ്സ് ചെയ്യുന്നുള്ളൂ. അറൗണ്ട് 60 ആയിരിക്കും അതിന്റെ ഒരു സ്റ്റേബിൾ അതെ. ലെവൽ. 60 ഒരു സ്റ്റേബിൾ ലെവലായിട്ട് തോന്നുന്നുണ്ട്. നിർത്താനായിരിക്കും ഉദ്ദേശിക്കുന്നത്. കാരണം ഒരുപാട് ഹൈ വോളറ്റിലിറ്റി വന്നു കഴിഞ്ഞാൽ അത് നല്ലതല്ല. പിന്നെ ഒരു അലാമിംഗ് ഫാക്ടർ മാൽക്കം പറഞ്ഞ പോലെ ഏഷ്യൻ ഇഷ്യൂസ്, ഗൾഫ് ഇഷ്യൂസ് ബേസിക്കലി അത് ഡോളറിന് ഇമ്പാക്ട് ഉണ്ടാക്കാം. ബേസിക്കലി ബിക്കോസ് ഓഫ് അവർ ക്രൂഡ് റിക്വയർമെന്റ്. ക്രൂഡിന്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കറൻസി ഡെഫിസിറ്റ് ഇൻക്രീസ് ചെയ്യാം, അലോക്കേഷൻ കൂടാം ഇമ്പോർട്ടിന് വേണ്ടിയിട്ട്. അത് ഡോളർ പ്രൈസിനെ ശരിക്കും ഇമ്പാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ്. ഡോളർ ഈസ് ആക്ച്വലി ഡിപ്പെൻഡ് ഓൺ ക്രൂഡ് പ്രൈസ് ആസ് വെൽ ആസ് ദ ഗൾഫ് ഇഷ്യൂ. ദാറ്റ് ഈസ് വാട്ട് ഐ ഫീൽ. ക്രൂഡിന്റെ പ്രൈസ് അപ്പം കയറി നമ്മുടെ കറൻസിയും വീക്കും അതിനൊപ്പം തന്നെയായിട്ട്. Gold is somewhat managed because of the tax barrier and all. Gold import is not happening that much. Allocation illa gold import cheyanulla government allocation. RBI is actually not giving much money for gold import. So ആ ഒരു എക്സ്പെൻസ് ശരിക്കും കുറച്ച് നിർത്തിയിട്ടുണ്ട് RBI. അങ്ങനെ എപ്പോഴും ഇമ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ക്രൂഡ് എന്ന് പറയുന്നത് നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റി ആയതുകൊണ്ട് അതെ. ബട്ട് ഡോളറിന്റെ പ്രൈസ് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ക്രൂഡ് ആയിരിക്കും, വേറൊരു ഫാക്ടേഴ്സ് ആയിരിക്കില്ല. ഇപ്പോൾ ഇമ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റും ബിക്കോസ് RBI is allocating funds. സോ RBIക്ക് കൺട്രോൾ കിട്ടാത്തൊരു സബ്ജക്റ്റ് ഇതേ ഉള്ളൂ, ക്രൂഡ്. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. നമുക്ക് അടുത്ത സെഷനിലേക്ക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് സെൻസെക്സ് ഓൾമോസ്റ്റ് 300 പോയിന്റ്സ് ഡൗൺ ആണെന്ന് തോന്നുന്നു. ഇപ്പൊ തിരിച്ചു കയറിയ തിരിച്ചു കയറിയിട്ട് മറ്റേ എന്താ പറയാ, ഇപ്പം ബിലോ 100 പോയിന്റ്സ്. നമുക്ക് അനൗൺസ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് വന്നതിന് ശേഷം കൂടുതൽ ഡിസ്കഷനിലേക്ക് പോകാം.